മോർണിംഗ് ഓണമായിട്ട് ഒരു ചെറിയ യാത്ര കേട്ടോ, ഒരു ചെറിയ യാത്രയുടെ വീഡിയോ ആണേ. നിങ്ങളെല്ലാവരും കാണണേ, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വേറെ പാചക കസർത്തുകളൊന്നുമില്ല. ഞാൻ കുടുംബവും എൻ്റെ മക്കളും എല്ലാവരും കൂടെ ഞങ്ങളൊന്ന് ഓണം പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്, ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ പോകുന്നത് തിരുവനന്തപുരം നമ്മുടെ ഗണപതി ക്ഷേത്രത്തിന് അകത്തോട്ടാണ് കേട്ടോ. നമ്മളവിടെ പോയി RK വെഡ്ഡിങ് മാളിൽ നിന്നാണ് ഈ വർഷം ഡ്രസ്സൊക്കെ എടുത്തത്. അവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഒരുപാട് വില അല്പം കൂടുതലാണോ എന്ന് സംശയം. കിട്ടുകാരിയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനകത്തോട്ടാണ് നമ്മളെ കിഴക്കേക്കോട്ടയ്ക്ക് അകത്തോട്ടുള്ള വഴിയിലാണ് കേട്ടോ നമ്മളെ ഈ RK വെഡ്ഡിങ് മാള്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ കയറുന്നതാണ്. ആദ്യം ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് 2 ആൾക്കും ഡ്രസ്സ് എടുക്കാനാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ലിഫ്റ്റിൽ കയറിയാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രാവിലെ എത്തിയതുകൊണ്ട് വലിയ തിരക്കില്ല. ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും തിരക്കായി കഴിഞ്ഞു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കട കാണാനൊക്കെ. ഈ കട പണ്ടേ ഇവിടെ ഉള്ളതാണ്, എന്നാലും ഞങ്ങൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ കയറുന്നത്. ഞങ്ങൾ കോട്ടയ്ക്കകത്ത് പല ഇതിലും കയറി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഒരാൾ പറഞ്ഞതാണ് ഇവിടെ കയറി നോക്കാൻ. രാമചന്ദ്രയിലാണ് നമ്മൾ സ്ഥിരം പോകുന്നത്. പക്ഷേ ഇവിടെ കയറി നോക്കി ഇഷ്ടംപോലെ സെലക്ഷനൊക്കെ ഉണ്ട്. ഏത് ഡ്രസ്സ് എടുക്കാൻ പോയാലും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ നമ്മൾ ഈ രാമചന്ദ്രയിൽ നിന്നൊക്കെ വാങ്ങിച്ചത് കൊണ്ട് ആദ്യം നമുക്ക് തോന്നി ഇത്തിരി വില കൂടുതലാണോ എന്നാണ് തോന്നി. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളെല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ നല്ല സെലക്ഷനുണ്ട്, ശരിക്കും ആൾക്കാരുണ്ട്. അവരെല്ലാം നമ്മളെ കൂടെ നടന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് തരും കേട്ടോ. നമ്മൾ രാമേന്ദ്രയിലൊന്നും തിരിഞ്ഞു പോലും നോക്കില്ല, നമുക്ക് വേണമെങ്കിൽ നമ്മൾ നുള്ളിപ്പറക്കിയൊക്കെ എടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഏത് സെക്ഷനിലും ആളുണ്ട്. നല്ല കൂടിയതും കുറഞ്ഞതും എല്ലാ ഡ്രസ്സുകളും ഉണ്ട്. ഏത് വേണോ നമുക്ക് തിരഞ്ഞെടുക്കാം, അവർ നമ്മളെ സഹായിക്കും. കസ്റ്റമറിനോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാനൊക്കെ കഴിവുള്ളവരാണ് കേട്ടോ ഇവിടെ സ്റ്റാഫുകളൊക്കെ. എല്ലാം ആണും പെണ്ണും എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. വേണമെങ്കിൽ എടുക്കട്ടെ എന്നുള്ള ഭാവത്തിൽ നിൽക്കണ ഒന്നുമില്ല. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും നല്ല പുണ്യം. ഇങ്ങനെ ഒരാളിന് എത്ര എടുത്തിട്ടും ശരിയായില്ല. ആളിന് തോന്നുന്ന സാധനം കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഇടുകയുള്ളൂ. ഇതൊന്നും എടുക്കില്ല കേട്ടോ. അവസാനം 2 ജോഡി ഡ്രസ്സ് എടുക്കണുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം. അത് ആളിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ കിടന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ്. അങ്ങനെ അവർ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയ വീഡിയോ എടുക്കുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയതാണ്. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഡ്രസ്സ് അവൻ എടുത്തു കഴിഞ്ഞു. നേരത്തെ ഇട്ടതിൽ ഒരു ജോഡി എടുത്തു കഴിഞ്ഞു. ഞാൻ കുഞ്ഞാളിനൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മിണ്ടാതിരുന്നു. നമ്മളെ ഇഷ്ടത്തിന് ഞങ്ങളെടുത്തു. പിടിക്കണ്ട, ഇട്ടോളെ. അതെല്ലാം പോയിട്ട് ഈ കുഞ്ഞു പെമ്മക്കളുടെ ഡ്രസ്സ് കാണുമ്പോൾ അയ്യോ വല്ലാത്ത വേദന. എന്താ പറയുക, അവരുടെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം മോഡലില്ലേ, കണ്ടിങ്ങനെ കണ്ണുകുളിർക്കെ കണ്ടുകൊണ്ട് നിൽക്കാം. ഈ ആമ്പിളർക്കൊക്കെ ഡ്രസ്സിന് ഭയങ്കര വിലയിരുന്നാലും ഒരെണ്ണം എന്തിനാ കുറേ പാൻറ്റ് ഷർട്ടും ഇതൊക്കെ ഇല്ലേ ഉള്ളൂ. ഇതൊക്കെ പെൺപിള്ളേരുടെ ഷർട്ടാണ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. 2 എണ്ണമുള്ള 2 ആണായി പോയില്ലേ. ഞങ്ങളങ്ങനെ കുറച്ചൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവർക്കും എടുത്തു. വേണ്ട ഈ വീഡിയോ എടുക്കാം. ഞാനിങ്ങനെ വീഡിയോ എടുത്തുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ പറയണം, എൻ്റെ മോള് പറഞ്ഞു അമ്മ കാല് തട്ടി ഞാൻ കുഴപ്പമില്ല, ഇരുന്നാലും വീഡിയോ ഞാൻ എടുക്കാതിരിക്കില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി വരണ ഗ്ലാസ് കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തെടുത്തതാണ് വരണതാണ്. ഈ വീഡിയോ എടുക്കണമെന്നൊന്നും കുഴപ്പമൊന്നുമില്ല, വീഡിയോ ഒക്കെ എടുക്കാം.
ഇവിടെ അവന്മാർ 6 മതിക്കാണ് കേട്ടോ ഇവിടെ കിടന്ന് രണ്ടെണ്ണവും കൂടെ. എല്ലാ കൂട്ടുകാരും ഓണം ആഘോഷിക്കുക, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സേഫായിരിക്കുക. മഴയൊക്കെ തോർന്നിട്ടുണ്ട്. നമുക്ക് ഓണം എന്തൊക്കെ ദിവസങ്ങളുണ്ടായാലും നമ്മളെ ഓണം ഒന്ന് ആഘോഷിച്ച് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റും പോലെ ആഘോഷിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.